പാഠം 612. പിന്നെയും പിന്നെയും മാറുന്ന വീടുകൾ. ഹലോ, അതെ. ആ, സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ചന്ദ്രകുമാറിന്റെ കേസുണ്ട്. എനിക്കൊന്നും വരാൻ പറ്റില്ല. സത്യപാലൻ അപ്പിയർ ചെയ്ത് ഒന്ന് ലീവ് ചോദിക്കണേ. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. സത്യപാലനോട് വിശേഷം പറയാൻ മറന്നുപോയതല്ലേ. ഞങ്ങള് പിന്നെ വീട് മാറി. അയ്യോ, അതിനെ കുറിച്ച് എന്നോട് ചോദിക്കല്ലേ. ഞാനൊരു പാവം വക്കീല്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നതിന്റെ കാര്യമൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ജ്യോത്സ്യം പഠിക്കണം, പിന്നെ എക്കണോമിക്സും പഠിക്കണം. ഇത് രണ്ടുമാണല്ലോ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ നാളെ ഞാൻ ഓഫീസ് വരുമ്പോ പറയാം. ഒരുപാടിന്റെ കേസിന്റെ കാര്യം നോക്കണേ. സത്യപാലനായിരുന്നു. ഇത്തവണ നമ്മൾ വീട് മാറിയ കാര്യം സത്യപാലന പറയാൻ ഞാൻ വിട്ടുപോയി. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ പുച്ഛിക്കുന്നത് ഏത് ഭാര്യയാണേലും നല്ലതല്ല. ഞാൻ പുച്ഛിച്ചതല്ലല്ലോ മോഹനേട്ടാ, ഉള്ള കാര്യം പറഞ്ഞതല്ലേ. സ്വന്തം വീടുണ്ടായിട്ടും ആഫീസിൽ പോകാനുള്ള സൗകര്യം പറഞ്ഞ് മോഹനേട്ടൻ ഈ വീട് വാടകയ്ക്ക് എടുത്തു. ഇവിടെ താമസവും തുടങ്ങി. അതിനിടയിൽ സ്വന്തം വീട്ടിലെ വാടകക്കാർ ഒഴിഞ്ഞു പോയപ്പോ ആൾ താമസമില്ലാതെ വീട് കിടന്നാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് അങ്ങോട്ട് താമസം മാറ്റി. അവിടെ പുതിയ വാടകക്കാർ വന്നപ്പോ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട്. ശരിയല്ലേ? ആയിരിക്കും. അയ്യോ, ആയിരിക്കുന്നല്ല, ആണ്. സാധാരണ ഇങ്ങനെ അടിക്കടിക്ക് വീട് മാറുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്ന്, സ്വന്തമായിട്ട് വീടില്ലാത്തവര്. രണ്ട്, എപ്പോഴും സ്ഥലം മാറ്റം കിട്ടുന്നവര്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലുമല്ല. പക്ഷേ എന്റെ മോഹനേട്ടന്റെ ചില ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ കാരണം എപ്പോഴും നമ്മളിങ്ങനെ വീട് മാറിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ സത്യപാലനോടൊന്ന് പറഞ്ഞാണ് തെറ്റായി പോയത്. നീ അങ്ങനെയല്ല സത്യപാലനോട് പറഞ്ഞത്. ജ്യോത്സ്യവും എക്കണോമിക്സും പഠിക്കാത്തത് കൊണ്ട് വീട് മാറുന്നതിന്റെ കാരണം നിനക്ക് അറിഞ്ഞുകൂടാ എന്ന്. അതിലെന്താണ് മോഹനേട്ട തെറ്റ്? മോഹനേട്ട പല പല ന്യായങ്ങളും പറയുമെങ്കിലും നമ്മൾ ഇങ്ങോട്ട് മാറുന്നതിന്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? ആ വീട്ടിൽ താമസിച്ചാൽ പ്രമോഷൻ കിട്ടില്ല എന്ന് രാമൻകുട്ടി ജോലിസര് പറഞ്ഞു. ഈ വീട്ടിൽ ഐശ്വര്യമുണ്ട്, ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനടി മോഹനയുടെ തഹസിൽദാരോ കളക്ടറോ ചിലപ്പോൾ റവന്യൂ മന്ത്രിയോ തന്നെ ആയി കളയുമെന്ന് അന്ന് ആ ജോലിസ്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ അതങ്ങ് വിശ്വസിച്ചു. അത് മാത്രമല്ലല്ലോ കാര്യം. ഈ വീട് എന്റെയും നിന്റെയും ആഫീസിന് അടുത്താണ്. അപ്പോ ദിവസവും രാവിലെയും വൈകുന്നേരമുള്ള യാത്രയിലും ലാഭമുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തത് 6500 രൂപയ്ക്ക്. ഈ വീടിന്റെ വാടക 4000 രൂപ. ഒരു മാസം ആ ഇനത്തിൽ രൂപ 2500 ആണ് ലാഭം. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞത്. പക്ഷേ മോഹനേട്ടൻ എത്ര പറഞ്ഞാലും ഈ ഇക്കണോമിക്സും എനിക്ക് മനസ്സിലാവില്ല. വേറെയുണ്ട് പ്രശ്നങ്ങൾ. ഈ വീട് നമ്മൾ 11 മാസത്തേക്കാണ് വാടക എടുത്തിരിക്കുന്നത്. ഇപ്പോ 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് താമസം മാറ്റിയാൽ കുറഞ്ഞത് 1 മാസത്തെ വാടകയെങ്കിലും നഷ്ടപരിഹാരമായി നമ്മൾ ഉൽപ്പലാക്ഷൻ ചേട്ടന് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തിനും ഏതിനും ലാഭം മാത്രം നോക്കുന്ന മോഹനേട്ടനോട് ഇക്കാര്യത്തെ തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. 1 വർഷത്തിനുള്ളിൽ 3ാമത്തെ വീട് മാറ്റമാണ് ഇത് നോർത്ത നന്നായിരിക്കും. ഒരിക്കൽ വീട് മാറുന്നതിന്റെ പാടറിഞ്ഞവര് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കും. പക്ഷെ ഇവിടുത്തെ മഹാന് ഇപ്പൊ വീട് മാറുന്ന ഒരു ഹരമായിരിക്കാണ്. എന്ത് ചെയ്യാനാണ്? അവേ, സ്വന്തം വീട്ടിൽ എല്ലാ കാലവും കഴിയാൻ ആർക്കും പറ്റിയത് വരില്ല. ജീവിത സാഹചര്യങ്ങൾക്കും ജോലികൾക്കും അനുസരിച്ച് പലപ്പോഴും വീട് മാറേണ്ടി വരും. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഞാൻ അതിന് തർക്കിക്കാൻ വന്നില്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടൻ ഇമാതിരി വായിച്ചുള്ള സഹിക്കല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ശരി, അപ്പൊ അത് തന്നെ നടക്കട്ടെ. ഏതായാലും ഇങ്ങനൊരു വീട് മാറ്റം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ലാഭത്തെ പറ്റി നിനക്കൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലെ പല ഭർത്താക്കന്മാരും മദ്യപിച്ചും പണം ധൂർത്തടിച്ചും കുടുംബം നശിപ്പിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ പണം സമ്പാദിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നതാണോ നീ കണ്ട ഏറ്റവും വലിയ കുറ്റം? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് അതങ്ങ് നിർത്താം. 1 മണിക്കൂർ ഞാൻ മെനക്കെട്ടല്ല അടുക്കളയ്ക്കൊന്ന് പഴയ പോലെ ആവുള്ളൂ.
ആ സമയം കൊണ്ട് മോഹനേട്ടൻ അപ്പുറത്ത് പോയി ആ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കും. ദേ, നമ്മൾ രണ്ടുപേരും കൂടെ മെനക്കെട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാ സാധനങ്ങളും ഒന്ന് അടുക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ വീട് മുഴുവൻ തൂത്തു വരണം. അല്ല, ഇവിടെ ഇപ്പൊ അതിന് മാത്രം എന്ത് സാധനങ്ങളാ ഉള്ളത്? നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. എനിക്ക് ആഫീസ് പോണ്ടേ? ആ, നടന്നു തന്നെ. ഈ വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് മോഹനേട്ടൻ ആഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരിതെല്ലാം നേരെയാക്കും. എന്തായാലും എന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭാവേ? എനിക്ക് ആഫീസിൽ 100 തൊട്ട് ജോലിയുള്ളതാ. എനിക്കും ഒരാഫീസുണ്ട്. അവിടെയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിന് അവധിക്ക് അപേക്ഷിക്കാൻ ഞാൻ സത്യപാലനോട് പറഞ്ഞത് മോഹനേട്ടനെ കേട്ടതല്ലേ? അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ കാര്യം ഒരു ദിവസം വില്ലേജ് ഓഫീസർ ഇല്ലെങ്കിൽ അത് നടന്നോളൂ. അത് ശരിയാവില്ല. കാര്യമായ ഒരു കാരണമില്ലാതെ വില്ലേജ് ഓഫീസർക്ക് ആഫീസിൽ നിന്ന് മാറിക്കാൻ പറ്റില്ല. കാര്യമായ കാരണം ഉണ്ടല്ലോ മോഹനേട്ടാ. എന്ത് കാരണം? ആ, വില്ലേജ് ഓഫീസറുടെ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ വീട് മറന്നു. അങ്ങനെ ചെയ്യുന്നുള്ളത് കൊണ്ട് വീട്ടു സാധനങ്ങൾ അടുക്കി വെക്കാനും വീട് വൃത്തിയാക്കാനും ഇടയ്ക്കിടയ്ക്ക് ലീവ് വേണ്ടി വരും. ദേ, ഇന്ന് മോഹനേട്ടൻ ആഫീസ് പോകാൻ പറ്റില്ല. അതിരാവിലെ ശിശുപാലൻ ചേട്ടനെ വിളിച്ച് മോഹനേട്ടൻ വരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല പ്രശ്നം. നീ ശിശുപാലനെ വിളിച്ചോ? എന്തിന്? ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സകല ജോലി എന്നെ ഏൽപ്പിച്ച് മോഹനേട്ടൻ മുങ്ങുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ശിശുപാലൻ ചേട്ടനെ വിളിച്ചപ്പോ ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു ഇന്ന് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും ആഫീസിലില്ല എന്ന്. ഇവിടെ ഇങ്ങനെ കുന്തം പിടിക്കുമ്പോൾ നിൽക്കാതെ പോയി ആ സാധനം അടുക്കി വെക്കാം. കൂട്ടനാളെത്തിയില്ലോ. വരൂലേ, ഉത്തമനോട് കൂടെ കൂട്ടിക്കോ. എന്തെങ്കിലും ശരീരം എനിക്ക് ചെയ്യുമ്പോ കൂട്ടൊരാളുള്ള നല്ലത്. ഈശ്വര, ഇത് ആകെപ്പാട അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇത് ഇത്രയും നേരമായിട്ട് അടുക്കി പറയുന്നു വെച്ചില്ലേ? നമസ്കാരമുണ്ട് സാറേ. സാറേ, ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവന്നില്ലേ? ഇത് ഇതുവരെയൊക്കെ അടുക്കി പറയുന്നു വെച്ചില്ലേ? ഇന്നലെ എല്ലാം കൊണ്ട് ഇറക്കി വെച്ചപ്പോ ഭയങ്കര ക്ഷീണം. സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഉത്തമൻ വിളിച്ചപ്പോ ഫോൺ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു. ഞാന് ഇന്നലെ മൂത്ത അമ്മാവന്റെ വീട്ടിൽ പോയിരുന്നു. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ രാത്രി ആയിപ്പോയി. സാറിങ്ങനെ ടപ്പല വീട് മാറിക്കളയെന്ന് ഞാനും വിചാരിച്ചില്ലല്ലോ. അറിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ വരുമായിരുന്നല്ലോ. ഉത്തമനുള്ളപ്പോ ഈ സാറിന് വേറെ സഹായി വേണോ? വേണ്ട. അപ്പോ ഇന്നലെ ഉത്തമന് എന്നെ സഹായിക്കാൻ പറ്റാത്തതിന് പകരം ഇന്ന് സഹായിച്ചാ മതി. ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം അടുക്കി വെക്കണം. അയ്യോ സാറേ, ഇന്ന് പറ്റൂല. ഇന്ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലോട്ടൊന്ന് പോണം. അവിടുന്ന് പ്രഭാരനെ കൂട്ടി ബഷീറിന്റെ വീട് പണിയുന്ന സ്ഥലത്തോട്ട് പോണം. ഇതുവരെ ബഷീറിന് കെട്ടിട നിർമ്മാണ പെർമിറ്റ് കിട്ടിയിട്ടില്ല. ഇന്നെങ്കിലും അത് ശരിയാക്കില്ലെങ്കിൽ പ്രശ്നമാവും സാറേ. അത് കൊള്ളാം. ഇന്നലെ ഉത്തമൻ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് ബഷീറിന്റെ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണം. ശരി, നടക്കട്ടെ. വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ ഉത്തമന്? ഉണ്ട് സാറേ. ആ വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് തരാന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഉത്തമ. എന്ത് പ്രശ്നം? പേപ്പറെല്ലാം തന്നതാണ് സാറേ. ആ, പേപ്പറൊക്കെ തന്നതാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ സ്ഥലത്തില്ലാതെ എങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും? അല്ല സാറേ, വില്ലേജ് ഓഫീസർ സ്ഥലത്തില്ലേ? എങ്ങനെയുണ്ടാവും? ഈ വീട് വൃത്തിയായി അടിച്ചു വാരി സാധനങ്ങളൊക്കെ അടുക്കി വെക്കണമെങ്കിൽ 2 ദിവസം കൂടി എടുക്കും. ഇവിടെ ഞാനും ഭാവം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോ 2 ദിവസത്തേക്ക് എനിക്ക് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല. ഇന്നും നാളെ ഞാൻ ലീവാ. മറ്റന്നാ വന്ന വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം ഞാൻ ആലോചിക്കാം. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ സാറേ. വേലായുധന്റെ സർട്ടിഫിക്കറ്റ് ഇന്നെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സാറ് സഹായിച്ചേ പറ്റൂ. എങ്ങനെ സഹായിക്കും? എനിക്ക് എന്റെ വീട്ടുകാര്യവും പ്രധാനമാണ്. ഇവിടത്തെ തിരക്ക് തീരാതെ ഞാൻ വരുന്ന പ്രശ്നമില്ല. ലീവ് എടുക്കാൻ ഒരു വില്ലേജ് ഓഫീസർക്ക് ആരുടെ അനുവാദം വേണ്ട. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഇതെല്ലാം അടുക്കി പറക്കുന്നതിന് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ സാർ ഇന്നും ലീവ് എടുക്കും, നാളെയും ലീവ് എടുക്കും. അതോടെ വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല. ശരിയല്ലേ? ശരിയായിരിക്കും. വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യണം. അല്ലെങ്കിൽ ജോലിയിൽ വക്കീലിനെ സഹായിക്കണം. അതല്ലേ സാറേ? സാറിന്റെ വീട്ടിലെ ജോലി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിന്റെ പ്രതിഫലമായി വരുമാന സർട്ടിഫിക്കറ്റ് തരുമ്പോ ഫലത്തിൽ അതൊരു കൈക്കൂലി അല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓഹോ, ഉത്തമൻ അങ്ങനെ എന്നെ കൈക്കൂലിക്കാരനാക്കാൻ നോക്കിയാണ്. അത് നടക്കില്ല.
ഉത്തമൻ ഇവിടെ ഒരു ജോലി ചെയ്യണ്ട, തീർന്നല്ലേ പ്രശ്നം? ഓ, എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്കിന്ന് ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ സഹായിക്കുമായിരുന്നല്ലോ. സാറിന് എന്നെ അറിയാലോ. ശരി, എങ്കിൽ ഉത്തമൻ എനിക്കൊരു സഹായം വേറെ ചെയ്തു തരണം. എന്ത്? ഇവിടത്തെ ജോലി മുഴുവൻ ചെയ്യാൻ ഞാൻ സഹായിക്കണമെന്നാണ് ഭാമ പറയുന്നത്. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരില്ല എന്ന് അവൾ ശിശുപാലനെ വിളിച്ച് പറയുകയും ചെയ്തു. ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമാവും. ഞാൻ ചെല്ലാത്തത് എന്താണെന്ന് തഹസിൽദാർ വിളിച്ച് ചോദിക്കുമ്പോൾ ശിശുപാലൻ പറയും ഞാൻ വീട് മാറി. അതാ പെട്ടെന്ന് അങ്ങനെയെന്ന് തഹസിൽദാർ ചോദിക്കുമല്ലോ. അപ്പൊ ശിശുപാലൻ പറയുന്നത് എന്താവും? മാസം 2500 ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സാർ വാടക വീട്ടിലോട്ട് മാറിയെന്ന് പറയും. അതെ. പിന്നെ ഞാൻ ഭയങ്കര പിശകനാണ്. 2500 രൂപയ്ക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി എന്നൊക്കെ ആവും കഥ. അല്ലെങ്കിൽ രാമപ്പണിക്കരെ പറഞ്ഞുകൊണ്ടാണ് വീട് മാറിയെന്ന് പറയും. രണ്ടായാലും മോശമാണ് മോശമാണ് മോശമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഓഫീസിൽ പോയാൽ പറ്റൂ. സാറ് പോണം, അതിനെന്താണ് പ്രശ്നം? വീട്ടു സാധനങ്ങൾ അടുക്കി വെക്കാതെ പോയാൽ ഭാവം വഴക്കുണ്ടാക്കും. ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്നവൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും സാറേ? വഴിയുണ്ട്. ഉത്തമൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കണം. തഹസിൽദാറാണ്, ഒരു അത്യാവശ്യമുണ്ട്, ഞാൻ ഉടനെ ഓഫീസിൽ ചെല്ലണം എന്ന് പറയണം. അപ്പൊ പിന്നെ ഭാമിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതൊക്കെ വേണോ സാറേ? ഞാൻ ഓഫീസിൽ വന്നാലേ വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടൂ. അത് വേണോ? അത് വേണം, അത് വേണം, അത് വേണം. എന്നാ വേഗം പോയി ഫോൺ ചെയ്യും. അവന് ഫോൺ എടുക്കുന്ന ഭാമയാണെങ്കിൽ ശബ്ദം മാറ്റി സംസാരിച്ചോളൂ. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് മൊത്തം 7 സ്വരത്തിൽ സംസാരിക്കാൻ അറിയാം. സാറ് ധൈര്യമായിട്ടിരിക്കേ. പിന്നെ സാറേ, വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം 11 മണിക്ക് ഓഫീസിൽ വന്നാൽ മതി. ശരി സാറേ, അപ്പൊ ഞാൻ ഇറങ്ങണ്ടേ? ശരി. രക്ഷപ്പെട്ടു. മോഹനകൃഷ്ണനോട് അവളുടെ കളി. ഹലോ, വിദ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ അറിഞ്ഞോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ വീടിനെ പറ്റിയ പുതിയ വാടകക്കാർ വന്നു. പിന്നെ മോഹനേട്ടൻ ഒന്നും ആലോചിച്ചില്ല, സെക്കൻഡോട് കരാറാക്കി. ഇന്നലെ ഉച്ചവരെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മോഹനേട്ടന് ഭയങ്കര സ്പീഡല്ലേ. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിമിഷങ്ങൾ മതി അത് നടപ്പിലാക്കാൻ. വീട് മാറിയിട്ട് ചെലവോ? അങ്ങനെയാണെങ്കിൽ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ചെലവ് കുറയ്ക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അയ്യോ ഇല്ലില്ല, ഇന്ന് ഞാൻ വരില്ല. ഞാനും മോഹനേട്ടനും കൂടി മൊത്തം അടുക്കി പെറുക്കി ശരിയാക്കാൻ പോവാ. മോഹനേട്ടൻ ലീവാ? അങ്ങനെയൊന്നുമില്ല. ഒരത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാതിരിക്കാൻ പറ്റുമോ? ബാക്കിയല്ല നാളെ കാണാൻ പറയാം. ഒട്ടും സമയമില്ലാത്തോണ്ടാണേ. ശരി. വിദ്യാലക്ഷ്മി ആയിരുന്നു. വീട് മാറിയ കാര്യം അവളോട് പറയാത്തത് എന്താന്ന്. ഞാനും നീയും കൂടി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നതിന് വിദ്യാലക്ഷ്മിക്ക് എന്താണ്? അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞതിനാ? പറയണ്ട, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാതിരുന്നത്. ഇന്ന് മോഹനേട്ടൻ ലീവ് എടുത്തു എന്ന് പറഞ്ഞപ്പോ അവക്ക് അതിലും അത്ഭുതം. മോഹനേട്ടൻ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക മറന്നു പറക്ക് എന്നാണല്ലോ അർത്ഥം. അതൊക്കെ വലിയ തമാശയായിട്ട് നിനക്ക് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നില്ല. ഈ വീട്ടിൽ ഒരു അത്യാവശ്യം വരുമ്പോ ഞാൻ ലീവ് എടുക്കാതിരിക്കുന്നത് എങ്ങനെ? ഇതിനു മുമ്പ് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. നീ അതൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞിരിക്കാതെ ജോലി എടുക്കാൻ നോക്ക്. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ലീവ് എടുക്കൂ. അത് മതിയല്ലോ. മോഹനേട്ടൻ ആ ഹാളിലെ സെറ്റിയൊക്കെ ഒന്ന് നേരിട്. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന കിടക്കൊക്കെ എല്ലാം ഒന്ന് എടുത്ത് വെയിലത്ത് വെച്ച് നോക്കണം. അപ്പോഴേക്കും അടുക്കള ജോലിയില്ല ഞാൻ തീർത്തേക്കാം കേട്ടോ. ഫോൺ എടുക്കും മോഹനേട്ടാ. നീ എടുത്താ മതി. വീട് മാറിയ കാര്യങ്ങൾ വിളിക്കുന്നതായിരിക്കും. എനിക്ക് ഭയ സമാധാനം പറയാനായിട്ട്. ഹലോ, വില്ലേജ് ഓഫീസർ മോഹനേട്ടൻ സാറിന് വിടല്ലേ? അതെ. സാറിനൊന്ന് കൊടുക്കാമോ? ആരാന്ന് പറയണം? ഞാൻ തഹസീൽദാരാ. അയ്യോ സോറി സാർ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊടുക്കാം. കൊടുക്കൂ. തഹസീൽദാരാ. ഹലോ. സാറേ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാറിന് എന്താണ് പറയാന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഇന്നോ? അയ്യോ സാർ, ഇന്ന് പറ്റില്ലല്ലോ. അല്ല, വേറെ കൊണ്ടല്ല, ഞാൻ വീണ്ടും പഴയ വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ ആകെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇന്ന് അതുകൊണ്ട് ഞാൻ ലീവാ. സാറേ, വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ്. അയ്യോ പറ്റില്ലെന്നോ? എന്താ സാർ കാര്യം?
അയ്യോ കാര്യമൊന്നുമില്ല സാറേ, വെറുതെ. അതെയോ? അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഓഫീസിൽ പൊയ്ക്കോളാം സാർ. സാറേ ഓഫീസിൽ പോകുമ്പോഴേ വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവന്റെ ജോലിയാണല്ലോ ഏറ്റവും വലുത്. മറ്റെല്ലാ കാര്യങ്ങളും അതിനു വേണ്ടി മാറ്റി വെക്കണമല്ലോ സാർ. കുഴപ്പമില്ല സാർ. ബാമ വീട്ടിലുണ്ട്, അവളതെല്ലാം ചെയ്തോളൂ സാർ. പിന്നെ 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 വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഭാമ വളരെ സമർത്ഥയാ. സത്യത്തിൽ അവളെപ്പോൾ ഒരു ഭാര്യയുള്ള എന്റെ ഭാഗ്യം. അതെ സാർ. അപ്പോ കൃത്യം 10 മണിക്കാണ് ഞാൻ ഓഫീസിൽ എത്തിക്കോളാം സാർ. ശരി തഹസിൽദാർ സാർ. തഹസിൽദാരാ, പുറമ്പോക്കിന് റിപ്പോർട്ടിന് വൈകിട്ട് തയ്യാറാക്കണമെന്ന് കളക്ടർ പ്രത്യേകം വിളിച്ച് പറഞ്ഞാണെന്ന്. അതുകൊണ്ടാ എനിക്ക് പോണം. കൃത്യം 10 മണിക്ക് ഓഫീസിലെത്താമെന്ന് ഞാൻ തഹസിൽദാർക്ക് ഉറപ്പ് കൊടുത്തു. നീ കേട്ടില്ലായിരുന്നോ? ബാബേ, നീ സാഹചര്യം മനസ്സിലാക്ക്. തഹസിൽദാർ ഇങ്ങനൊരു കാര്യം പറയുമ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? തൽക്കാലം നീ എല്ലാം ഒറ്റയ്ക്കൊന്ന് ശരിയാക്കി എടുക്ക്. ഞാൻ ഒറ്റയ്ക്ക് തീരില്ല മോഹനേട്ടാ. വേറെ വഴിയിലെത്തുന്നല്ലേ? നീ എങ്ങനെയും ഒക്കെ ശരിയാക്കി എടുക്ക്. ഞാനൊരു വില്ലേജ് ഓഫീസറായി പോയില്ലേ? എനിക്ക് എന്റെ ഉത്തരവാദിത്തം ശരിയായിരിക്കാൻ പറ്റുമോ? എനിക്കുണ്ടായിരുന്നല്ലോ ഉത്തരവാദിത്തങ്ങള്, ഞാനതൊക്കെ മാറ്റി വെച്ചില്ലേ? നിന്നെ പോലാണ് ഞാൻ. എന്തായാലും മോഹനേട്ടൻ വരാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. മോഹനയുടെ തിരക്ക് എപ്പോഴെങ്കിലും തീരുമല്ലോ, അപ്പോ നമുക്കെല്ലാം ശരിയാക്കാം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാം നീ തന്നെ ചെയ്യുന്ന എനിക്കറിയില്ലേ. ഹലോ. അമ്മയോ? എന്താ ഇപ്പൊ വിളിച്ചത്? ഞാൻ രാവിലെ അമ്മയൊന്ന് വിളിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. വീട് മാറി എന്റെ തിരക്കിലായിരുന്നല്ലോ, സമയം കിട്ടിയില്ല. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? ഇന്നോ? എപ്പോ? അയ്യോ, വീടാകെ അലങ്കൊലം കിടക്കണല്ലോ. അതെയോ? ശരിയമ്മ. ചേടാ, ഇപ്പൊ എന്ത് ചെയ്യും? സാർ, എന്തു പറ്റി സാർ? അമ്മയാ വിളിച്ചത്. അമ്മ വരുന്ന വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. വീട്ടു സാധനങ്ങളൊക്കെ വലിച്ചേറിട്ടിരിക്കുക. ഒന്ന് അടുക്കിപ്പിറക്കി വയ്ക്കുന്നതിന് മുമ്പ് അമ്മ വന്നാ നാണക്കേടാ. സാറൊന്ന് ആഫീസിൽ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എല്ലാം ശരിയാക്കിയിട്ടേ വരുള്ളൂന്നാണല്ലോ വക്കീൽ പറഞ്ഞത്. പിന്നെ എന്തിനാ സാറ് വന്ന്? അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം. ഹലോ. ഭാമേ, ഞാനാ. എന്താ പറഞ്ഞിട്ട്? വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? ജോലിയൊക്കെ തീർന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. മോഹനേട്ടൻ വന്നിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലായിരുന്നു? അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ഒന്നും ചെയ്യില്ല മോഹനേട്ടാ. ഭാമ ഒരു വാക്ക് പറഞ്ഞാലും വാക്കാണ്. ഈശ്വര, ഇത് പുലിവാലായല്ലോ. അമ്മാവൻ വരുന്ന കാര്യം പറഞ്ഞാൽ അവൾ ഒട്ടും സഹകരിക്കില്ല. എന്തായി സാർ? ഭാമ വലിയ വാശിയില്ല. ഞാൻ ചെല്ലാതെ അവളൊന്നും അടുക്കി വെക്കില്ലെന്ന്. ഉച്ച കഴിയുമ്പോ അമ്മാവൻ വരെയും ചെയ്യും. ഇനി എന്താ ശിവാല ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ. സാറ് നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരു ദിവസത്തെ ലീവിനേക്കാൾ വലുതല്ലല്ലോ സാറേ മാനം. മോഹനേട്ടൻ ഈ നേരത്ത്? മണി 12 ഉള്ളൂ. അവന് സാധനങ്ങളൊക്കെ ശരിക്കും അടുക്കി വെച്ചിട്ട് പോകാൻ കരുതി. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഞാൻ ഒറ്റയ്ക്കുള്ളെന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത് സർക്കാരാണ്. ഇതിപ്പോ എന്ത് പറ്റി? പക്ഷെ വീട്ടിലെ കാര്യങ്ങളും ചെയ്താലേ പറ്റൂ. നീ ഒറ്റയ്ക്ക് ചെയ്യലാതെ വാശി പിടിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇവിടെ തന്നെ എല്ലാം 1 മണിക്കൂറിൽ ശരിയാക്കണം. അതെന്താണ് ഈ 1 മണിക്കൂറിന്റെ കണക്ക്?
അല്ല അങ്ങനെ പല ആണും കാണും. നീ വരുന്നുണ്ടോ? അടുക്കളയിലെ ജോലിയെല്ലാം തീർന്നില്ല മോഹനേട്ടാ, അതല്ലേ ആദ്യം തീർക്കേണ്ടത്. തൽക്കാലം നീ ആദ്യം സ്വീകരണ മുറി ശരിയാക്ക്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലോ? നമ്മള് വൃത്തിയും വെടുപ്പില്ലാതെ ജീവിക്കുന്ന കരുതില്ലേ? പുറത്തുനിന്ന് ആരിപ്പോ വരാനാണ്? ആരെങ്കിലും വന്നാലോ? നീ വന്നേ മാമേ. മോഹനേട്ട തുടങ്ങിക്കോ, ഞാൻ ഇതിപ്പോ വരാം. അടുക്കളയില് ഒരു അത്യാവശ്യമുണ്ട്. അയ്യോ, ഈശ്വര, ഇതൊക്കെ ഇവൾ എപ്പ ചെയ്തു? എല്ലാം കൃത്യസ്ഥലത്തുണ്ടല്ലോ. ബില്ല് ഓഫീസറായി എന്താണ് എന്നെ അന്തം വിട്ട് നോക്കുന്നേ? ഓക്കെ, ഞാൻ ചെയ്തു. എന്നിട്ടാണോ നീ ചെയ്യില്ലെന്ന് ഫോണിൽ പറഞ്ഞത്? അവിടെയല്ലേ ഞാൻ ധൃതി പിടിച്ചേക്ക് പോകുന്നത്. നീ ഒരാൾ കാരണം ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാമോ? ചേടാ, ഞാനത് കൊള്ളാം. മോഹനേട്ടന് ഒരു സഹായം ഇല്ലാതെ ഞാൻ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കുറ്റം പറച്ചില്. ജോലി ചെയ്തുള്ളത് ശരിയാ, പക്ഷെ ചെയ്തു എന്ന് പറയണം. നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വരണമായിരുന്നോ? രാവിലെ ആഫീസിൽ പോകാൻ വേണ്ടി ഉത്തമനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചത് സത്യമുള്ള ഏർപ്പാടായിരുന്നു. ഉത്തമനോ? ഏതുത്തമൻ? എപ്പോ വിളിച്ചു? ആര് വിളിച്ചു? മോഹനേട്ടാ, തഹസിൽദാരുടെ ഫോൺ ഞാൻ എത്രയോ വട്ടം അറ്റൻഡ് ചെയ്തിട്ടുള്ളതാ. മോഹനകൃഷ്ണൻ സാർ ഉണ്ടോ എന്ന് ഇതുവരെ തഹസിൽദാർ ചോദിച്ചിട്ടില്ല. വിളിച്ചത് തഹസിൽദാരല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഉത്തമൻ ഇവിടുന്ന് പോയിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളതാണ്. മോഹനേട്ടൻ ഇങ്ങനെ ഒരു കള്ള ഫോൺ വിളിപ്പിക്കണമെങ്കിൽ ഉത്തമനെ കൊണ്ട് വിളിപ്പിക്കുന്നല്ലേ എളുപ്പം. എന്റെ സാർ എവിടം വരെ പോകുമെന്നറിയാനാണ് അന്നേരം ഞാൻ ഒന്നും അറിയാത്ത പോലെ പെരുമാറിയത്. അതിബുദ്ധി ജയിച്ചു എന്നോർത്ത് മോഹനേട്ടൻ പോവുകയും ചെയ്തു. വൈകിട്ട് വരുമ്പോ 2 പറയാന്ന് ഞാൻ അപ്പോഴും കരുതിയുള്ളൂ. അപ്പോഴാണ് മോഹനേട്ടനെ അമ്മ വിളിച്ചത്. ഞാൻ കാര്യം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഭാമയെന്ന്. അമ്മാവൻ വരുന്നു എന്നുള്ള കഥ മോഹനേട്ടന്റെ അമ്മ സ്വന്തം ഉണ്ടാക്കിയതാണ്. അമ്മ മോഹനേട്ടനെ വിളിച്ചിട്ട് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? മോഹനേട്ടൻ ഇവിടം വരെ ഉച്ചയ്ക്ക് നടക്കട്ടെ, ഭാര്യയുടെ കള്ളം പറയുന്ന ഭർത്താക്കന്മാർക്കുള്ള ശിക്ഷ അതാണ് എന്നാണ് അമ്മ പറഞ്ഞത്. അതെ, ചോറും കറിയും ഒന്നാന്തര സാമ്പാർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ച് പെട്ടെന്ന് തിരിച്ചടന്നിട്ടുണ്ടെങ്കിൽ 2 മണിക്ക് ഓഫീസിലെത്താം. ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ലേ വേണ്ടത്? ചോറും കറികളൊക്കെ കഴിക്കാം, പക്ഷെ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഉച്ചകഴിഞ്ഞ് ലീവാണെന്ന് പറഞ്ഞാ പോകുന്നത്. എങ്കിൽ പെട്ടെന്നൊരു പായസം കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ ഈ വീട്ടിൽ വീണ്ടും താമസം തുടങ്ങിയല്ലേ, കുറച്ച് മധുരം കഴിച്ചു തുടങ്ങുന്നത് നല്ലതല്ലേ? കടുവയെ കിടുവ പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സംഭവിച്ചത് അതാണ്. ഭാര്യയെ കബളിപ്പിക്കാനായി വില്ലേജ് ഓഫീസർ കണ്ടുവച്ചതിനേക്കാൾ മൂർച്ചയുള്ള ആയുധം സ്വന്തം അമ്മ തിരിച്ചു പ്രയോഗിക്കുമെന്ന് മാന്യൻ കരുതിയില്ല. എന്തായാലും ഈ കളിയിൽ തോറ്റതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മോഹനകൃഷ്ണനെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.